بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ പരിശുദ്ധമായ സുബഹി ജമാഅത്ത് നമ്മൾ സ്വീകരിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് ജമാഅത്തുകൾ പങ്കുള്ള അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ. അള്ളാഹു എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാ പറയുന്നത്, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നാം നിങ്ങളെ പടച്ചത്. അള്ളാഹു നമ്മെ പടച്ചിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു പറയാ, വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ കുടുംബങ്ങളും ഗോത്രങ്ങളും ഒക്കെ ആക്കിയത് ലിതആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അള്ളാഹു നമ്മോട് പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ ആരാണെന്നറിയോ? അള്ളാഹിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവരാണ്. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമർ ആ വ്യക്തി ആരാണ്? അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവരാണ് എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കാൻ. അള്ളാഹു അവനെ യഥാവിധി നല്ലതുപോലെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീകളിൽ നമ്മളൊക്കെ പെടുത്തി തരട്ടെ. അള്ളാഹിനെ സൂക്ഷിക്കുന്നതിന്റെ ഒരു വലിയ ഭാഗമാണ് നമ്മുടെ ഈ സുബഹി ജമാഅത്ത്. ആ സുബഹി ജമാഅത്തിലൊക്കെ പങ്കുള്ള അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ നഖസത്ത് സദഖത്തു ബിമാൽ, മാ നഖസത്ത് സദഖത്തു ബിമാൽ, ഒരു വ്യക്തി സദഖ ചെയ്തു എന്നതിന്റെ പേരിൽ അല്ലാഹു ആ മനുഷ്യന്റെ സമ്പത്തിന് കുറവ് വരുത്തില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. സദഖ കൊടുത്താൽ അല്ലാഹു തആല വേറെ വഴിയിലൂടെ ആ മനുഷ്യന് അല്ലാഹു ഖൈറും ബർക്കത്തും കൊടുക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് അങ്ങനെയുള്ള പുണ്യങ്ങളെ സ്വഭാവം, നല്ല സ്വഭാവം നിലനിർത്താൻ തൗഫീഖ് ചെയ്യട്ടെ. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് വിടുതി ചെയ്താൽ, മാപ്പ് കൊടുത്താൽ, അത് കാരണമായി ആ വ്യക്തിക്ക് അല്ലാഹു ഇസ്സത്തിനെ അല്ലാതെ അഭിമാനത്തിനല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുക. നമ്മളെ കുറച്ച് വിട്ടുകൊടുത്ത്, നമ്മളൊന്ന് വാക്കൊടുത്ത്, അത് കാരണമായിട്ട് അള്ളാഹു കുറക്കൂല. അള്ളാഹു ആ മനുഷ്യന് ഇസ്സത്തിനെ ഏറ്റി കൊടുക്കും. മുഹമ്മദ് മുസ്തഫ മനുഷ്യന്മാരെ പ്രശ്നം കുഴപ്പമുണ്ടാവണമെന്ന ഒരു വാക്കിന്റെ പേരിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന്റെ പേരിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും കൂടി കൂടി വരും. അതല്ല വേണ്ടത്. നമ്മൾ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്, മാപ്പ് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ മാപ്പ് കൊടുത്താൽ ആ മാപ്പ് കൊടുത്ത മനുഷ്യന് അല്ലാഹു ഇസ്സത്തിനെ അല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വീണ്ടും മൂന്നാമതായി റസൂലുള്ളാഹി പറഞ്ഞു, വമാ തവാളഅ അള്ളാഹ്ക്ക് വേണ്ടി ഒരു മനുഷ്യനതാ താഴ്മ കാണിച്ചാൽ ഇല്ലാ റഫഅഹുല്ലാഹ്, ആ മനുഷ്യനെ അല്ലാഹു തആല ഉയർത്താതിരിക്കില്ല. ഒരു മനുഷ്യൻ താഴ്മയോടുകൂടെ പെരുമാറിയെങ്കിൽ ആ മനുഷ്യൻ അല്ലാഹു പിന്നെ ഉയർച്ചയാണ് കൊടുക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. അല്ലാഹു ഇങ്ങനെയുള്ള നല്ല സ്വഭാവങ്ങളൊക്കെ നമ്മിൽ നിലനിർത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ പരിശുദ്ധമായ സുബഹി ജമാഅത്ത് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, പഠിച്ചാൽ ഇങ്ങനെ ഒരുപാട് ജമാഅത്തുകൾ പങ്കുള്ള ഭാഗ്യം നൽകണം തമ്പുരാൻ. ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളെ ചുറ്റും മറവട്ടെടുക്കുന്ന എല്ലാവർക്കും സ്വർഗീയമായ ജീവിതം പ്രദാനം ചെയ്യണം റഹ്മാനേ. രണ്ടുകൂടെ ഖൈറാക്കണം തമ്പുരാൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. അസ്സലാമു അലൈക്കും.